ഹായ് എവരി വൺ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി നമ്മളൊരു കൺസൾട്ടേഷനാണ് പ്രതീക്ഷിച്ചത്. അതോടൊപ്പം ചെറിയ രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് ബയാസാണ് ഉദ്ദേശിച്ചത്. കാരണം കുറച്ചും കൂടി ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ആയിരുന്നു നിൽക്കുന്നത്. ബട്ട് ഇന്ന് നമുക്ക് HDFCയുടെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. HDFC ബാങ്കിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. സോ കുറച്ച് പാനിക്കായിരുന്നു എല്ലാവരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വലിയ വലിയ ക്യാൻഡിൽസ് ഒക്കെ ഫോർമേഷൻ കണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ അത് പറഞ്ഞു. നമ്മളത് എപ്പോഴും ഓപ്ഷൻ ബയേഴ്സ് ശ്രദ്ധിക്കുക. കാരണം ഒറ്റയടിക്ക് ഒരു മേളിലേക്കോ താഴേക്കോ വന്നാൽ നിങ്ങൾക്ക് പൊസിഷൻ കവർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക കറക്റ്റ് SL ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വലിയ വലിയ ക്യാൻഡിൽസ് ഫോർമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് ഏറ്റവും പെർസെന്റ് മീൻസ് നമ്മൾ വെയിറ്റേജ് കൂടിയത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ വെയിറ്റേജ് കൂടിയതാണ് HDFC ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സോൺ ടു സോൺ ആയിരുന്നു. മീൻസ് സോൺ ബ്രേക്ക് ചെയ്ത് എവിടെയും പോയില്ല. കംപ്ലീറ്റ്ലി കൺസോൾട്ടേഷൻ തന്നെ ആയിരുന്നു. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്തവർക്ക് അത് നമ്മൾ ഈസി ആയിട്ട് അത് മനസ്സിലാവും. സോ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി സോണൊക്കെ നമ്മൾ അറിഞ്ഞ് ട്രേഡ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മീൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. മീൻസ് ഒരു അനാവശ്യ ട്രേഡ് കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് നല്ലൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ട്രേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ DM ചെയ്യുക. മീൻസ് ടെലിഗ്രാം ചാനലിൽ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് DM ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല എങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലാണ് മാർക്കറ്റിന്റെ ഹോൾ സെന്റിമെന്റ്സ്. നമ്മൾ വെറുതെ ഒരു പുട്ട് ഇവിടെയുണ്ട് കോൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ മാത്രമല്ല, നമുക്ക് അതോടൊപ്പം ഒരു മാർക്കറ്റിന്റെ ഹോൾ സെന്റിമെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് മാർക്കറ്റിനെ കണ്ടേക്കുന്നത്, അതോടൊപ്പം തന്നെ നമുക്കൊരു ബിഗ് ടൈം ഫ്രെയിമിലും കൂടി എങ്ങനെയുണ്ട് മാർക്കറ്റിന്റെ ഒരു റിയാക്ഷൻ കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ നോക്കണം. എല്ലാ ദിവസവും നമ്മൾ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഇതെല്ലാം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഇനി പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മീൻസ് നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ലൈറ്റ് ആക്കുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രാഡേ അനാലിസിസ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യാം. മീൻസ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളും ഒക്കെ, നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറിങ് കൂടിയാണ്. അപ്പോൾ നമുക്ക് സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ ഓക്കെ. സോ അപ്പോൾ ഇതാണ് നമുക്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പൺ ആയിരുന്നു. നമ്മളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പൺ ആയത് പിന്നെ കുറച്ച് നല്ല ക്യാൻഡിൽസ് മേളിലേക്കായി 2100 പ്ലസ് പോയി. അവിടെ നിന്ന് നമുക്ക് ഒരു നല്ല ക്യാൻഡിൽ ഫോർമേഷൻ 22,100 മേളിൽ കിട്ടിയില്ല. ഇന്നലത്തെ ലെവലിൽ തന്നെ, ഇന്നലത്തെ ഡേ ഹൈയിൽ തന്നെ ഏകദേശം 4 ഡേ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് ദെൻ അവിടെ നമുക്കൊരു നല്ല ഫോൾ ടു ഡിമാൻഡ് സോൺ ആണ് തന്നത്. പക്ഷെ അവിടെ നമുക്ക് ഏകദേശം ഒരു 100 റുപ്പീസിന്റെ ഫാൾസ് ഉണ്ടായി. 100 പോയിന്റ്സ് കുറച്ചും കൂടി ഹെവി ആയിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്കൊരു മീൻസ് ഇവിടെ ഒരു പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ അവർക്ക് നല്ല രീതിയിൽ അവിടെ കിട്ടും. നമുക്കൊരു നല്ല പൊസിഷൻസ് അവിടെ കിട്ടും. ബട്ട് സോൺ ടു സോൺ മൂവ്മെന്റ് ആയിരുന്നു. മേലിൽ താഴെ നമുക്ക് നല്ല സോൺ മീൻസ് സോൺ സപ്പോർട്ട് ഉണ്ട്. അവിടെ നിന്ന് സോണിൽ സപ്പോർട്ട് എടുത്തിട്ട് ഏകദേശം ആ ഒരു ജസ്റ്റ് 0.29% പോയിന്റ് മാത്രമേ ക്ലോസിങ് നെഗറ്റീവായിട്ട് ക്ലോസിങ് വന്നുള്ളൂ. അപ്പൊ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് എന്ന് പറയാനായിട്ട്. നമുക്ക് എന്താ പറയാ, ഒരു വോളറ്റൈൽ ആയിരുന്നു. ബട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ ബേസിൽ തന്നെയാണ് പോയത്. നമുക്ക് മൂവ്മെന്റ് ഒക്കെ താഴേക്കാണെങ്കിലും സ്ലോലി ആയിരുന്നു. ഒറ്റയടിക്കുള്ള ബിഗ് ക്യാൻഡിൽസ്, പിന്നെ ആ കുറച്ച് നേരത്തേക്ക് ഫസ്റ്റ് ക്യാൻഡിലും പിന്നെ കുറച്ചൊന്ന് മൂവ്മെന്റ് മേളിലേക്ക് നല്ലാണ്ട് പിന്നെ താഴേക്കൊക്കെ വന്നത് സ്ലോ ആയിട്ടാണ്, ചെറിയ ചെറിയ ക്യാൻഡിലായിട്ട് തന്നെയാണ്. ദെൻ പിന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഡിമാൻഡ് സോണിൽ ഉണ്ടായി. ഡിമാൻഡ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തന്നെ ട്രേഡിങ് സൈഡ് വേസ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കണമെങ്കിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ്, പിന്നെയും ഒന്ന് മേളിൽ നേരെ സെയിം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി സെയിം ആയിട്ട് തന്നെ കുറച്ച് മേളിലേക്ക് പോയി. ദെൻ അവിടുന്ന് സ്ലോ ആയിട്ട് താഴേക്ക് വന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. 0.07. നമ്മൾ ഇന്ന് കുറച്ച് പോസിറ്റീവ് ആയിരുന്നു. നമ്മൾ ഇന്ന് കണ്ടത് മൈൽഡ് ബുള്ളിഷ് ഒക്കെ ആയിരുന്നു. FIS അധികവും ഹോൾഡ് ചെയ്തത്. ബട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും നമ്മൾ കറക്റ്റാണ്. ബട്ട് കൺസൾട്ടേഷൻ എന്നുള്ളത് റൈറ്റ് ആയിരുന്നു. മീൻസ് പോസിറ്റീവ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റി. സെക്കൻഡ് ഹാഫിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ നമുക്കിനി നോക്കാം. ഇനി
പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചാർട്ടും പ്ലസ് നമുക്ക് FIDA ഡാറ്റ ഒക്കെ വെച്ചിട്ട് OA ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഇത് നോക്കാം. നിഫ്റ്റി നമുക്ക് OA നോക്കാം. അതിന് നമുക്ക് സോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലിയർ പിക്ചർ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് OA ബിൽഡ് എങ്ങനെയാണെന്ന് നോക്കാം ഈ വീക്കിലെ നിഫ്റ്റിയിലെ. വെയിറ്റ്. സോ ജസ്റ്റ് ലാസ്റ്റ് ഓവറിൽ അത്ത മണിയിലൊന്നുമല്ല. ഓക്കെ ഫൈൻ. ദെൻ 22,100 ലാർജ് കോൾ ഉണ്ട്, അതോടൊപ്പം ചെറിയൊരു പുട്ട് ബിൽഡിംഗ് ഉണ്ട്. 22,000 കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ദെൻ കുറച്ച് സപ്പോർട്ട് കുറച്ച് താഴ്ന്നു വന്നിട്ടുണ്ട്. 21,800 ഓൾമോസ്റ്റ് 21,800 900 700 എല്ലാ റീജിയണിലും ഏകദേശം ഒരേ രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് PCR നമുക്ക് 0.7 മീൻസ് നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 22,100 നമുക്ക് ലാർജ് പുട്ട് കോളും പിന്നെ 22,200 ആണ്. ഓക്കെ, 22,100 200 ദെൻ സ്ട്രാഡിൽ. ഓക്കെ, അപ്പോൾ 22,100 ഇവിടെ നമ്മൾ കുറച്ച് റെഡ് ആക്കുകയാണ്. അവിടെ കുറച്ച് പുട്ട് ബിൽഡിംഗ് ഉണ്ട്, നമുക്ക് നാളത്തെ ഓപ്പണിംഗ് നോക്കാം. 22,200 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. 22,000 കറന്റ് നമുക്കിപ്പോൾ ഇതുള്ളത് സ്ട്രാഡിലുള്ളത് 22,000. അപ്പോൾ 22,000 അറിയില്ല. ഓക്കെ 22,000 നമുക്ക് സ്ട്രാഡിലുണ്ട്. അപ്പോൾ ഒരു 100 റെസിസ്റ്റൻസ് ആൻഡ് 20,900. അപ്പോൾ 900 സപ്പോർട്ട് ഓൾറെഡി നമ്മളുണ്ട്. 28ലും സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ കൺസിഡറബിൾ ഈ സെയിം പുട്ട് തന്നെ 21,700 ഉണ്ട്. ഓക്കെ, 21,800 നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. നമ്മൾ അത് ഒരു വലിയ ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമ്മൾ അത് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 22,000 സ്ട്രാഡിൽ ഫോം ചെയ്തേക്കുന്നത്. നമുക്കിനി എങ്ങനെയാണ് അതിന്റെ ബിയറിഷ്നെസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്ട്രാഡിൽ നമുക്ക് താഴേക്ക് വരുമോ അല്ലെങ്കിൽ മേളിൽ നമുക്ക് റെസിസ്റ്റൻസ് ഒന്നും കൂടി ഹ്യൂജ് ആവോ എന്നുള്ളത് നോക്കാം. ഇനി അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നമുക്ക് പറയാൻ പറ്റുക. 22,000 സ്ട്രാഡിലുണ്ട്. 21,100 കോള് ആണ് അത് മാക്സിമം നിൽക്കുന്നത്. 20,000 നല്ല രീതിയിൽ കോൾ വന്നിട്ടുണ്ട്. 22,100 കുറച്ച് പുട്ട് ബിൽഡിംഗ് അവിടെ ബാക്കിയുണ്ട്. സോ നമുക്ക് ഇനി നാളത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അവിടെ എങ്ങനെയാണ് പുട്ട് ബിൽഡ് ചെയ്തത്, അതല്ലെങ്കിൽ ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് നോക്കാം. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 22,000 പുട്ട് അൺവൈൻഡിങ് നടക്കണം. പുട്ട് അൺവൈൻഡിങ് നടത്താൻ നമുക്ക് 21,900 800 ലെവൽസ് ആയിരിക്കും നിഫ്റ്റി അടുത്തത് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിനി FIS വെച്ചിട്ടായിരിക്കും നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നോക്കാൻ കഴിയാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമുക്ക് കറന്റ് നമ്മൾ പറഞ്ഞത് 48,200 48 സ്റ്റാഡിലാണെന്നാണ്. ഇനി നമ്മൾ നമുക്ക് സ്റ്റാഡിൽ ഫോർമേഷൻ തന്നെ 48,100 ആൻഡ് 48 ബട്ട് പുട്ട് ബിൽഡിംഗ് 47 തന്നെ ഉള്ളൂ. അവിടെയൊന്നും പുട്ട് ബിൽഡിംഗ് കാണുന്നില്ല. ബട്ട് നമുക്ക് കോൾ ബിൽഡിംഗ് 48,300 ഓൾമോസ്റ്റ് 48,300 കോൾ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ കറന്റ് അതോടൊപ്പം PCR 0.7 ആണ്. മീൻസ് കുറച്ച് ബിയറിഷ് ആയിട്ട് തന്നെയാണ് PCR നിൽക്കുന്നത്. സോ അപ്പോൾ നമുക്ക് 48,200 എന്നുള്ളത് 48,200 കുറച്ച് സംതിങ് പുട്ടാണ് ഉള്ളത്. ബട്ട് 48,300 നല്ല രീതിയിൽ കോൾ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ 48,300 നമ്മൾ റെസിസ്റ്റൻസ് നിൽക്കുകയാണ്. 48,300 റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 48,300 റെസിസ്റ്റൻസ് ആണ്. 48,200 എന്നുള്ളത് 48,200 എന്നുള്ളത് നമുക്ക് പുട്ട് ബിൽഡിംഗ് ഉണ്ട്. സോറി 48,200. ഓക്കെ, 48,200 നമ്മൾ അത്രയും ഡാർക്ക് ആക്കുന്നില്ല, കുറച്ച് ലൈറ്റ് ആക്കുകയാണ്. മാക്സിമം റെസിസ്റ്റൻസ് എന്നുള്ളത് 48,300 ഇനി 48,000 എന്താണെന്ന് നോക്കാം. 48,000 നമുക്ക് സ്ട്രാഡിലുണ്ട്. 48,100 സ്ട്രാഡിലുണ്ട്. 48 അപ്പോൾ ആ ഒരു റേഞ്ച് നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണ്. 48,000 എന്നുള്ള റേഞ്ചിൽ ആക്കുകയാണ്. മീൻസ് 48,100 നമുക്ക് ഒരു റെസിസ്റ്റൻസും 48,100 നമുക്ക് പുട്ടും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു റേഞ്ച് ആ ഒരു 48
ടു 4800 എന്നുള്ളത് ആ സോൺ കംപ്ലീറ്റ് ആ സോൺ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ 4800 ടു 48,100 അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് വന്നാൽ നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനും ഇവിടെ നിന്ന് താഴേക്ക് ഇനി നമ്മൾ സപ്പോർട്ടായിട്ട് പറയുന്നത് 47,500 ഉള്ളൂ. ഓക്കെ നമുക്ക് 47,500 ആണ് നമുക്ക് ഇനി നല്ല രീതിയിലുള്ള ഒരു പുട്ട് ബിൽഡിംഗ് ഉള്ളൂ. അതിൻ്റെ ഇടയിലൊക്കെ ജസ്റ്റ് പുട്ട് ബിൽഡിംഗ് നമുക്ക് ഹ്യൂജ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിങ് കൂടിയാണ്. 0.7 ആണ് നമുക്ക് എന്താക്കുന്നുള്ളത്, മീൻസ് നമുക്ക് PCR നമുക്ക് 0.7 ആയിട്ടാണ് കാണുന്നത്. മീൻസ് ഇൻഡിക്കേഷൻ എന്നുള്ളത് ചെറിയ രീതിയിൽ ബിയറിഷ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് എവിടെയാണ് നമുക്ക് ഓൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ലെവൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെസിസ്റ്റൻസ് ഏത് റേഞ്ചിലാണെന്ന് വിചാരിക്കുന്നു. സ്ട്രാഡിലുണ്ട് 48 ടു 48,100 അപ്പോൾ ആ രീതിയിൽ റെസിസ്റ്റൻസ് പോകണമെങ്കിൽ 48,300 വരെയും പോവാം. സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ഇനി നമുക്ക് താഴേക്ക് വന്നാൽ 47,500 ഉള്ളൂ. മീൻസ് അതിൻ്റെ ഇടയിൽ നമുക്ക് സപ്പോർട്ട് ഇല്ല എന്നല്ല, അതിൻ്റെ ഇടയിൽ നമുക്ക് സോണിൻ്റെ സപ്പോർട്ട് വരാൻ ചാൻസസ് ഉണ്ട്. നാളെ നമുക്ക് ഇൻട്രാഡേ സോൺസിൽ നാളെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ നോക്കാം. ഇനി നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് FIDA ഡാറ്റയും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ FIDA ഡാറ്റ ഇന്നലെ നമുക്ക് FIS സ്ട്രോങ് ബുള്ളിഷ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലുണ്ടായി, ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൈൽഡ് ബുള്ളിഷ് ആയിരുന്നു. ബട്ട് നമുക്ക് മൈൽഡ് ബിയറിഷ് ആൻഡ് മീഡിയം ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. സ്ട്രോങ് ബിയറിഷ് അല്ല, ശ്രദ്ധിക്കേണ്ടത് സ്ട്രോങ് ബിയറിഷ് വന്നിട്ടില്ല. FIS സ്റ്റിൽ നമുക്ക് ബിയറിഷ് ആണ്. മീൻസ് ബിയറിഷിലാവാൻ ചാൻസസ് കൂടുതൽ. മീൻസ് ഒരു ബിയറിഷ് വേ ടു കൺസോൾട്ടേഷനിൽ FIS നിൽക്കുന്നു. ദെൻ പ്രോ ആണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ബുള്ളിഷും വന്നിട്ടുണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻസിൽ സ്ട്രോങ് ബിയറിഷും വന്നിട്ടുണ്ട്. അപ്പോൾ ബുള്ളിഷ് സൈൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് സൈൻ ആയിരുന്നു മാക്സിമം നിന്ന്. ബട്ട് ഇന്ന് നമുക്ക് ഒരു നെഗറ്റീവ് ആയിരുന്നു മാർക്കറ്റ് തന്നെ. ബുള്ളിഷ് മോർണിംഗിൽ പോകാൻ നോക്കി, എന്നിട്ട് അവിടെ നമുക്കൊരു സോണിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് റിജക്ഷൻ വന്നത്. അപ്പോൾ ഇന്ന് നാളത്തേക്ക് നോക്കാൻ നേരത്ത് നമുക്ക് ബിയറിഷ് സൈഡാണ്. ബട്ട് ബിയറിഷിലും സ്ട്രോങ് ബിയറിഷ് അല്ല. സ്ട്രോങ് ബിയറിഷ് ആയിട്ടുള്ളത് ഇൻഡെക്സ് ഓപ്ഷൻസിൽ പ്രോസ് മാത്രമേ ഉള്ളൂ സ്ട്രോങ് ബിയറിഷിലുള്ളത്. ബാക്കിയെല്ലാം മീഡിയം ആൻഡ് മൈൽഡ് ബിയറിഷ് ആണ്. എന്നാൽ മീഡിയം ബുള്ളിഷിലും ഫ്യൂച്ചേഴ്സിലുണ്ട്. അപ്പോൾ നാളെ ഒരു കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയാസ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി എങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ FISന്റെ ഒരു കോളിൽ നമുക്ക് 1.2 ലാക്ക് ആൻഡ് ഹെവി പുട്ട് ചേഞ്ച് ആണ്. പുട്ട് ചേഞ്ചിൽ നല്ല രീതിയിലുള്ള 2.72 ഒരു ബിയറിഷ്നെസ് കാണാൻ കഴിയുന്നുണ്ട്. മീൻസ് അവിടെ നമുക്ക് കുറച്ച് ഓവർ ബോട്ടായിട്ട്, മീൻസ് നല്ല രീതിയിലുള്ള ബിയറിഷ്നെസ് ഇൻഡെക്സ് ഓപ്ഷൻസിലും ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇൻഡെക്സ് ഓപ്ഷൻസ് ബൈ ആൻഡ് സെല്ലിലാണ് ഇത് കാണാൻ കഴിയുന്നത്. ദെൻ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ഇന്ന് ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് തരുന്നത്. അപ്പോൾ മീൻസ് നാളെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മീൻസ് അവിടെ ഇൻഡെക്സ് ഇന്നലെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു ബിൽഡിങ്ങും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നാളെ ഒരു നെഗറ്റീവ് ബയാസ് ആണ് നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, നമുക്കിനി നാളത്തെ ക്യാഷ് മാർക്കറ്റും കൂടി നോക്കിയിട്ട്, ക്യാഷ് മാർക്കറ്റിലാണെങ്കിൽ FIS ബൈ സൈഡ് ആണ് 657 crore ആൻഡ് DSL ജസ്റ്റ് 369 crore. ഓക്കെ, അപ്പോൾ ഓവറോൾ നോക്കണമെങ്കിൽ നമുക്ക് ബിയർ സെന്റിമെന്റ് ആണ് FIS തരുന്നത്. FISന്റെ ഒരു ബിയർ സെന്റിമെന്റ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ദെൻ ഇനി നമുക്ക് 4 ഹവേഴ്സിന്റെ ഒരു ചാനൽ വെച്ച് നോക്കാം. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ 4 ഹവേഴ്സ് നമ്മുടെ ചാനലാണ്. ചാനലിൽ 4 ഹവേഴ്സിൽ നമ്മളിപ്പോൾ ലാൻഡ് ഇടാൻ നേരത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കുറച്ച് അധികമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഹവേഴ്സിൻ്റെ വലിയ ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കിയാൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ലാക്കുക അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു സെൽ ഓഫ് ക്യാൻഡിൽ വന്നു. മീൻസ് ഒരു സ്പിന്നിങ് ടൈപ്പ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട് അവിടെ. അതിനുശേഷം നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ അല്ല, ബട്ട് ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ടൈം ഫ്രെയിം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,800 നമ്മൾ പറഞ്ഞു. മീൻസ് ഈ ചാനലിന്റെ ഈ ഒരു ഹൈ മിക്കവാറും ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് വന്നാൽ ഈ ഒരു ഹൈ ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴും ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കാൻ 21,800 ടു 21,900 ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കാനുള്ള ചാൻസസ് നാളെ കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ എപ്പോഴും വാച്ച് ചെയ്യുക. അങ്ങനെ 21,900 ഒക്കെ ഒരു സപ്പോർട്ട് എടുക്കാൻ ഒരു സപ്പോർട്ട് എടുക്കാം. അതല്ല എങ്കിൽ 21,800 വരെയും പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. മേളിലേക്ക് നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് 21,100 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ആണ്. ആൻഡ്
22,200 നല്ല റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നാളെ ഓപ്ഷൻസ് ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ടെലിഗ്രാം ചാനലിൽ പറയാം. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഒരു വലിയ റേഞ്ചിൽ കൺസോൾട്ടേഷൻ ആണ്. മേളിലെത്തുമ്പോൾ നല്ല രീതിയിൽ സെൽ ഓഫ് ഉണ്ട്, താഴേക്ക് നല്ല രീതിയിൽ ബൈങ്ങും ഉണ്ട്. ബട്ട് ഇവിടെ കുറച്ച് നമുക്കൊരു 2-3 4 hours സ്കാനിൽ വെച്ചിട്ട് ഒരു നല്ല ബുള്ളിഷ് വന്നു. ഇപ്പൊ നമുക്ക് 2 കൺസിക്യൂട്ടീവ് നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് തരുന്നത്. സ്റ്റിൽ നമുക്ക് 48ന്റെ ഒരു എന്താ പറയുക, ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് ഇല്ല എന്നല്ല, സപ്പോർട്ട് ഉണ്ട്. ഇനി അവിടെ താഴേക്ക് വന്നെയാണെങ്കിൽ മീൻസ് 47,800 ആയിരിക്കും മാക്സിമം ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ബിയറിഷ്നെസ് കാണാം, നിഫ്റ്റിയിലും ബിയറിഷ്നെസ് കാണാം, FASും ബിയറിഷ്നെസ് ആണ്. സ്ട്രോങ് ബിയറിഷിലേക്ക് FAS മാറിയിട്ടില്ല, മീഡിയം ബിയറിഷ് ആണ്. മീൻസ് ഒരു ബിയറിഷ് ബയാസിൽ കൺസോൾഡേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസസ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമുക്കൊരു സെൽ ഓഫിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ കാണാനും കഴിയുന്നില്ല. നമുക്ക് ഇവിടെ നമുക്ക് നല്ല രീതിയിലൊരു സെൽ ഓഫ് ഫോർമേഷൻ ക്യാൻഡിൽ വന്നു. ദെൻ നമുക്ക് നല്ല രീതിയിലൊരു താഴേക്ക് ഏകദേശം 47,000 വരെയും ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാൻഡിൽ നമുക്ക് ഇപ്പോഴും സ്റ്റിൽ മിസ്സിംഗ് ആണ്. 4 hours നമുക്ക് മിസ്സിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. സോ നമുക്കൊരു റിവേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയാസിനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്ലസ് നമുക്ക് FIDA ഡാറ്റ ഒക്കെ തരുന്നത്. നമ്മൾ മാക്സിമം നമ്മൾ എപ്പോഴും നമ്മുടെ ലെവൽസ് ഫോളോ ചെയ്യുക. ലെവൽ ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു നിങ്ങൾക്ക് റൈറ്റ് ഡിസിഷൻ എപ്പോഴും എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൽ. അപ്പോൾ സപ്പോർട്ട് മേ ബി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിഫ്റ്റി ഓർ ബാങ്ക് നിഫ്റ്റി വന്നേക്കാം. നമുക്ക് എന്താ പറയുക, ക്യാൻഡിൽ ഫോർമേഷനിൽ നിഫ്റ്റി കുറച്ചധികം ബിയറിഷ് ആയിട്ടും ബാങ്ക് നിഫ്റ്റി ഒരു ബിയറിഷ് ബയാസിലായിട്ടാണ് കാണുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നാളെ നമുക്ക് എങ്ങനെയാണ് ഫോർമേഷൻ വിത്ത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒക്കെ ഇത് നോക്കിയിട്ട് നമുക്ക് നാളെ ബാക്കി നോക്കാം. എനിവേ എല്ലാവരും നല്ല സേഫ് ആയിട്ടുള്ള ട്രേഡ്സിൽ മാത്രം കയറുക. ദെൻ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആക്കാനും നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.